കൽപ്പാത്തി രഥോത്സവം അതിൻ്റെ ആ ഒരു പീക്കിലേക്ക് എത്താൻ പോവുകയാണെന്ന് വൈകുന്നേരമാണ് രഥസംഗമം നടക്കുന്നത്. ഞാൻ ഉള്ളത് വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിലാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. വിവിധ മേഖലകളിലുള്ള ആളുകൾ, വിവിധ പ്രായത്തിലുള്ള ആളുകൾ, അങ്ങനെ നിരവധി ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. എൻ്റെ ഒപ്പം കരിമ്പുഴ രാമൻ കൂടി ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട്? കൽപ്പാത്തി ആകെ ഉത്സവലഹരിയിലാണ്. വലിയൊരു വൻ ജനത്തിരക്ക് കൂടിയാണ്. കാശിയിൽ പാത്തി കൽപ്പാത്തി എന്നറിയപ്പെടുന്ന പുണ്യ കൽപ്പാത്തിയിൽ ഇന്നലെയും മിഞ്ഞാന്നും 1-ാം തീയതിയും 2-ാം ദിവസം തന്നെ വലിയൊരു റെക്കോർഡ് തിരക്കാണ്. ഇന്നുകൂടി ആകുമ്പോൾ തൃശ്ശൂർ പൂരത്തേക്കാൾ ഉപരിയായിട്ട് കൽപ്പാത്തി രഥോത്സവം മാറുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളത് തന്നെയാണ്. ഓരോ വർഷവും ഈ ആളുകളുടെ തിരക്ക് വർദ്ധിച്ചു വരുന്നുണ്ടല്ലേ? കൽപ്പാത്തിയെക്കുറിച്ച് അറിയുന്നതോടുകൂടി, രഥോത്സവത്തിൻ്റെ പ്രാധാന്യത്തെ കൂടി അറിയുന്നതോടുകൂടി തിരക്ക് കൂടിക്കൊണ്ടുവരികയാണ്. പിന്നെ ഇതിൽ ജനങ്ങൾക്ക് വിശ്വാസം കൂടിക്കൊണ്ടുവരികയാണ്. ഈ വിശ്വാസം കൂടുമ്പോൾ നാച്ചുറലി നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. ഈ രഥസംഗമം എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. രഥസംഗമം എന്നുള്ളത് 5-ാം തിരുനാൾ ദിവസം, അതായത് കൊടികേറി 5-ാമത്തെ ദിവസം പുതിയ കൽപ്പാത്തിയിൽ 5 രഥങ്ങൾ, ചെറു രഥങ്ങൾ വന്ന് സംഗമിക്കുന്നതാണ് ശരിക്കുള്ള രഥസംഗമം. അന്ന് നമ്മളുടെ വിശ്വാസം എന്താ വെച്ചാൽ അന്ന് ദേവന്മാരും സപ്തർഷികളും എല്ലാവരും ഇത് കാണാൻ ഇവിടെ എത്തുകയും നമ്മളുടെ പ്രാർത്ഥനകളിൽ തഥാസ്തു അങ്ങനെ ഭവിക്കട്ടെ എന്ന് പറയുന്നത്. ഇന്ന് രഥസംഗം എന്ന് നമ്മൾ ലോജിസ്റ്റിക്കലി പണ്ട് ചിന്തിച്ചതിൻ്റെ ഭാഗമാണ്. നമ്മൾ അന്ന് എന്തായി, മന്തക്കര മഹാഗണപതി പടിഞ്ഞാറേ അറ്റത്ത് നിന്ന് തിരിച്ച് കിഴക്കോട്ട് പോകും. അത് പകുതി വഴിയിൽ നിർത്തുമ്പോൾ അതിനു മുമ്പ് ലക്ഷ്മീനാരായണ പെരുമാൾ പഴയൽപ്പാത്തി രഥം മന്തക്കര എത്തി നിൽക്കും. ഇത് സൈഡ് കൊടുക്കാനായിട്ട് സൈഡിൽ ഇടും. അപ്പോഴേക്ക് വിശ്വനാഥ സ്വാമി രഥം ഇവിടെ തിരിച്ചെത്തും. ഇന്ന് അപ്പോഴാണ് ചാത്തപ്പുരം രഥം അവിടെ നിന്ന് തുടങ്ങുക. ഒരു പ്ലാൻ ചെയ്ത രഥസംഗമല്ല, പക്ഷെ അത് അങ്ങനെ ആയി മാറുകയാണ്. ഒരു രഥസംഗമം എന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഈ 3 രഥം വിശ്വനാഥൻ്റെ ഇവിടെ എത്തും, കൂടാതെ പഴയൽപ്പാത്തിൻ്റെ രഥം എത്തുമ്പോഴുള്ളതാണ്. ബാക്കി 2 ദേവന്മാർ വരുമ്പോഴേക്ക് ഇവർ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ 5-ാം തിരുനാൾ ദിവസമാണ് രഥസംഗമം. പിന്നെ കൽപ്പാത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കിയാൽ നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. കൽപ്പാത്തിയും ബോംബെയും ന്യൂയോർക്കും തമ്മിൽ വലുതായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താം. ADBയിലെ വെങ്കിച്ചനും നമ്മുടെ വേൾഡ് ബാങ്കിലെ വെങ്കിടിയും ലോകത്തിൻ്റെ സമ്പദ്ഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെല്ലാം ഈ 9 ദിവസങ്ങളിലാണ്. ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്ന എന്തൊക്കെയുണ്ട്, ഗൂഗിളിലെ സീനിയർ ഉദ്യോഗസ്ഥനായ രമണിയും ബോംബെയിലെ കോർപ്പറേറ്റിലായ രമേഷ്, ഇവരെല്ലാവരും കൂടി എത്തുമ്പോൾ ലോകത്തിൽ അടുത്ത 5 കൊല്ലത്തേക്ക് എന്താണ് നടക്കാൻ പോകുന്നത്, ധനതത്വശാസ്ത്രപരമായി സോഷ്യലി എന്താണ്, എക്കണോമിക്കലി എന്താണ് എന്നിങ്ങനെ പല കാര്യങ്ങളിൽ വലിയൊരു ചിന്ത. ഇതിൻ്റെ കൂടെ നമ്മുടെ കുശിനിക്കാരനായ കുമാറും ഇൻഫ്ലേഷൻ റേറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് കൽപ്പാത്തി രഥോത്സവം ഒരു പൂർണ്ണാവസ്ഥയിലെത്തുന്നത്. കൂടാതെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്ത് ജോലി ചെയ്യുന്ന ആളുകളും ഉണ്ട്. എല്ലാവരും രഥോത്സവത്തിന് ഇവിടെ എത്തും. എല്ലാവരും ഇവിടെ എത്തും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ADBയിലുള്ള ആളായാലും ശരി, വേൾഡ് ബാങ്കിലായാലും ബോംബെയിലായാലും ഡൽഹിയിലായാലും ഈ കൽപ്പാത്തി രഥോത്സവത്തിൽ എത്തുക, ഇതിൻ്റെ ഒരു ഭാഗമാവുക. അപ്പോൾ ഏണസ്റ്റ് യങ്ങിന്ന് ബെർക്ക്ലി റിസർച്ച് ഗ്രൂപ്പിൽ നിന്ന് ധീരജ്, എൻ്റെ മോൻ കൂടി, അവൻ ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാം കൂടി എത്തുമ്പോൾ ആണ് ഇതിനൊരു കൊഴുപ്പ്. അതുകൂടാതെ വൈകിട്ട് നമ്മളെല്ലാവരും ചേർന്നിരുന്നുള്ള ചർച്ച, കൽപ്പാത്തിയിൽ നടക്കുന്ന ചെറിയ കച്ചവടം മുതൽ ലോകവിപണി എങ്ങനെ അമേരിക്കൻ പ്രസിഡൻറ്റ് റേറ്റ് കൂട്ടിയതും നമ്മളെ ഇൻട്രസ്റ്റ് റേറ്റ് അടക്കം ഇവിടെ ചർച്ചയാണ്. ഇതിൽ കുശിനിക്കാരനായ കുമാറിനും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവരിൽ നിന്നുള്ള കിട്ടുന്ന വിവരം കുമാർ വേറൊരു സ്ഥലത്ത് പോയി പറയും, ഇന്ന് ഇതാണ് നടക്കാൻ പോകുന്നത്. അറിവുകളുടെ ഒരു കൈമാറ്റം കൂടി. അതുകൂടാതെ ഇഫ് യു ലുക്ക് അറ്റ് എക്കണോമിക്കലി, മുട്ടപ്പൊരി മുതൽ വലിയ കച്ചവടം വരെ എല്ലാവരും ഉൾക്കൊള്ളുക കൂടി ചെയ്യുക. നമ്മൾ എല്ലാ കച്ചവടക്കാരനും നമ്മളെ വീട്ടിന് മുമ്പിൽ സ്ഥലം കൊടുക്കുക, അവരുടെ കച്ചവടം നടക്കട്ടെ എന്നുള്ളത്. അപ്പോൾ എക്കണോമിക്കലിയും രഥോത്സവം വലിയൊരു പങ്ക്, ഒരു എക്കണോമിക് ബൂസ്റ്റ് കൂടിയാണ്. ഈ കാശിയുടെ പാതിയാണ് കൽപ്പാത്തി എന്ന് പറയാനുള്ള ഒരു കാരണം എന്താ? അതോടൊപ്പം തന്നെ ഈ ഗംഗയ്ക്ക് സമാനമായി നമുക്കൊരു പുഴ ഇവിടെ കൽപ്പാത്തി പുഴയുണ്ട്. നമുക്ക് കാശിയിൽ പാതി കൽപ്പാത്തി എന്നുള്ളത്, കാശിയിൽ നിന്ന് വന്ന ഒരു ബ്രാഹ്മണ സ്ത്രീ ഒരു ലിംഗം കൊണ്ടുവരികയും അത് ഇവിടെ പാലക്കാട് രാജാവിന് 1000 പൊന്നാണയം കൊടുത്ത് പ്രതിഷ്ഠിക്കാൻ പറയുകയും ചെയ്യാം. അങ്ങനെ പ്രതിഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത് കാശിയിൽ നിന്നുള്ള ബാണലിംഗം ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കാശിയിൽ പോയതിൻ്റെ പകുതി പുണ്യം കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥനെ ദർശിച്ചാൽ കിട്ടുമെന്നുള്ളത് തന്നെയാണ് സങ്കല്പം. അത് തന്നെയാണ്.
എന്തായാലും ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ തഞ്ചാവൂരിൽ നിന്ന് കുടിയേറിയ തമിഴ് ബ്രാഹ്മണരാണ് കൽപ്പാത്തിയിൽ താമസിക്കുന്നത്. അന്ന് തഞ്ചാവൂരിൽ ഒരു രഥോത്സവം ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകാൻ ഇവിടെയുള്ള ബ്രാഹ്മണർക്ക് കഴിയാതെ വന്നതോടുകൂടി ചെറിയ രീതിയിൽ തുടങ്ങിയ രഥോത്സവമാണ്. അത് ഓരോ വർഷം തോറും കഴിയും തോറും അതിൻ്റെ പൊലിമ വർദ്ധിച്ച് വരികയാണ്. ഇപ്പോൾ നൂറ്റാണ്ടുകൾ കൽപ്പാത്തി രഥോത്സവം പിന്നിട്ടിരിക്കുകയാണ്.